ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള തിരുവചനം പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുടിയനായ പുത്രൻ എന്ന് ഓമന പേരിട്ട് നാം വിളിക്കുന്ന ഒരു ഇളയ മകൻ്റെ ഉപമയുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും മനഃപ്പാഠമാണ്. ഇവിടെ സ്നേഹമുള്ള ഒരു പിതാവ് കൂടി ഉണ്ട് എന്ന് നാം മറക്കരുത്. ആ മകൻ അപ്പനിൽ നിന്ന് അകന്നുപോയ സമയം മുതൽ ആ മകൻ്റെ മടങ്ങി വരവ് പ്രതീക്ഷിച്ച് വേദനയോടെ വീടിൻ്റെ ഉമ്മറത്ത് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. മാനസാന്തരപ്പെടുന്ന പാപികളോടുള്ള നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ മനോഭാവമാണ് ഈ പിതാവ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ മകന്റെ അനുഭവത്തെക്കുറിച്ച് പിതാവ് വിവരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു; നഷ്ടപ്പെട്ടവനായിരുന്നു, കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ നാം മരിച്ച അവസ്ഥയിലല്ലേ? അങ്ങനെയുള്ള നമുക്ക് ജീവൻ ലഭിപ്പാൻ ഒരു മാർഗമേ ഉള്ളൂ: യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ആ മകൻ ഹൃദയത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ എഴുന്നേൽക്കും. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഞാൻ പോകും. എങ്ങോട്ട് പോകും? എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? പാപിയാണെന്ന് സമ്മതിച്ച് പശ്ചാത്താപത്തോടെ ഏറ്റുപറയാൻ. ആമേൻ. കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്കും ഈ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കണ്ടേ? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പൻ്റെ മകനും മകളുമാകണ്ടേ? നമുക്ക് പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പശ്ചാത്താപത്തോടെ ഒരു മടങ്ങിപ്പോക്ക്. പിതാവാം ദൈവം നമ്മുടെ മടങ്ങി വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാൻ എഴുന്നേൽക്കായി പാപത്തിൽ നിന്ന് മടങ്ങിപ്പോക പിതാവിൻ്റെ അടുക്കിലേക്ക്. അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പരദീസ. ആമേൻ. കർത്താവ് നാം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.